ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. ഇടിയും പൊട്ടുണ്ട്, മഴയുണ്ട്. എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ഈച്ചുണ്ട്, ഇക്കുണ്ട്, നിഹാലുണ്ട്, അർഷുണ്ട്, മുസ്ലിണ്ട്, അർഷുണ്ട്. അപ്പോൾ അർഷു ശംസുക്കാക്കിയും കോയക്കുട്ടേക്കും അനുയോജിതമായി തയ്യാറാക്കിയ ആ പുതിയ കൊളാബറേഷനിൽ വന്നിട്ടുള്ള ആ ഊഞ്ഞാലമ്മ മരിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റ ബിർള അമ്പനിയെ അല്ല പടച്ചു, പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു, ധാരിരരി ധാരിരരി ധരാരരി ധാരിരരി ധാരിരരി ധാരിരാരിരാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു ഇറക്കുമതി ഉള്ള വ്ളോഗാട്ടോ. ഒരു വമ്പൻ ഇറക്കുമതിയാണ് നമുക്ക് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് അസറിനൊരു കാര്യം ഏൽപ്പിച്ചിനി. ആ കാര്യങ്ങളാരും മിസ്സാവരുത്. മഴ ഇതാ. അപ്പം ഇത് ഇനി കാണിച്ചിട്ടില്ലേ, അസറിനെ അടിച്ചു കൊല്ലൂട്ടോ. അപ്പോൾ അബ്രോഡ് MBBS അല്ലെങ്കിൽ നഴ്സിംഗ് ആസ്പിറൻസ് ആണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മെയ് 17 മുതൽ 23 വരെ കേരളാസ് ബിഗ്ഗസ്റ്റ് സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടക്കാൻ പോവാണ്. അപ്പോൾ നഴ്സിംഗും MBBS ഒക്കെ നോക്കണോല് മറക്കാതെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളിട്ടാ. 97 47 777 367 കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ, മൊത്തം സംഭവങ്ങളും ഈ ഒരു പരിപാടി എക്സ്പോയോട് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങൾ മൊത്തം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് എക്സ്പേർട്സും ഡോക്ടേഴ്സൊക്കെ വരുന്നൊരു പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. സോ മറക്കാണ്ട് ആ പരിപാടിയിൽ നിങ്ങൾ നഴ്സിംഗും MBBS പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്പർ ഞാൻ ഒന്നും കൂടിയും അവിടെ കൊടുത്ത നമ്പർ തന്നെ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും മറക്കാണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ സ്ലോട്ട്സ് ഉറപ്പ് വരുത്തുക. ഫ്രീ സ്ലോട്ട്സാണ്, നിങ്ങൾക്ക് കയറിയിട്ട് പങ്കെടുക്കാം. അപ്പോൾ ഗൈസ് വരും ഇറങ്ങി റെഡിയാണോ? അവിടേക്ക് എടാ അഫി, അവിടേക്ക് ബാബാ നിക്ക് എന്താവും അടക്കിടക്ക് എന്താവും? ആനക്കുട്ടിന്ന് പറഞ്ഞു. ആര് ഇവലൊക്കെ പറഞ്ഞ ആനക്കുട്ടിയാണ്. എന്താവും എനിക്കറിയാം. ഇന്നലെ മനസ്സിലെന്തേനി? മനസ്സിൽ ആനേനു. പക്ഷെ ഇന്നലെ രാത്രി ചില ആളുകളുടെ അഭിനയം. അപ്പൊ നിയാല് ഏകദേശം സർപ്രൈസ് പൊളിച്ചു എന്നാണ് ഇന്നലെ രാത്രി ചിരിച്ചിട്ടേ എടാ എനിക്ക് സത്യം മറിച്ചൊക്കെ കയ്യിലിടാറില്ല. എന്താ വർഷം എന്താവും? ആടുംകുട്ടി പോത്തുംകുട്ടി അതിന് വലിപ്പമുള്ളത് അതൊരു ചെറിയ വണ്ടിയാ. അതിലെന്താവും? പട്ടിയോ? അറിയാം. പട്ടിയോ? ആ ആട് മരുത്ത് പട്ടിയാ. ഒരു കോഴിക്കോട് നിന്ന് ഒരു ആടിനെ ക്രോസ് ആക്കിയ പട്ടിനെ കണ്ടി. അതേ കാര്യം ചിലപ്പോ മിക്കവാറും അതേ കാര്യം. അതിന്റെ വലിപ്പം കണ്ടിട്ട് അതാണ് എന്താവും? ഒരു നീലക്കണ്ണെന്ന് വണ്ടി എന്ന് പറഞ്ഞതിന് ഒരു നീലക്കണ്ണ്. ഓക്കെ, അപ്പൊ നീലക്കണ്ണുള്ള എന്തെങ്കിലും ആവുന്നാണ് പറയണത്. അപ്പൊ ജിമ്മി അടക്ക് കാട്ട് ജിമ്മി ഒരു സൂപ്പർ ഹെയർ സ്റ്റൈൽ ആയിട്ട് ഇവിടെ ഉണ്ട്. കേളി ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് സുന്ദരനെ നിൽക്കുന്നുണ്ടോ? അന്നൊന്നും സുന്ദരൻ ജിമ്മനുണ്ടോ? ജിമ്മി ഫാൻസ് കമന്റ് ചെയ്യാ. അപ്പൊ എല്ലാരും ഒരുപോലെ വെയിറ്റിംഗ് ആണ്. എന്താണ് സംഭവം വരാനുള്ളത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ കാണാം. അപ്പോൾ നല്ല കാറ്റും കോളും മഴയും വരുന്നുണ്ട്. കുറ്റം പറയാം, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം മുമ്പ് മാറിയതിൻ്റെ ആണ്. ഇവിടെ സാധനങ്ങളൊക്കെ പൊളിഞ്ഞടിച്ച് ഇങ്ങോട്ടാ വീണീന് കേട്ടോ. അപ്പൊ അതൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എടാ ഈ വണ്ടി ഒന്ന് ഇവിടുന്ന് മാറ്റിട്ടാ. വണ്ടി മാറ്റിട്ടാ ഈച്ചോ, അവിടുന്ന് വണ്ടി മാറ്റിട്ട്. അപ്പോ എന്താണ് വരാനിരിക്കണം എന്നുള്ളത് ഇനി കണ്ടറിഞ്ഞ് കാണാം. കഴിക്കണത് നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് കണ്ടറിഞ്ഞുള്ള നമുക്ക് വണ്ടിയെ ക്ഷണിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വാഹനം ഇതാ ഇവിടെ എത്തിച്ചേരുകയായി. കടന്നു വരൂ. എന്താ വർഷ ഇങ്ങനെ ഇട്ടിട്ട് ബാക്ക് ഉണ്ടോ? എടാ ഞാൻ ഇന്നലെ റീൽ കണ്ടിട്ടുണ്ടോ?
ഊട്ടടാ ഈ സാധനം ഇത് സീൻ സാധനം നരിക്കുട്ടി പുതിയ സ്ഥലം ഞാൻ കളച്ചിട്ട് മനസ്സിലായോ സ്ഥലം വാങ്ങി കളച്ചിട്ട് എങ്ങനെയുണ്ട്? അപ്പോ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഇറക്കുമതി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ ബോസാണ് ഇറക്കുമതിക്ക് സാധനം കൊടുന്നേട്ടാ. ഇർഫാൻ ഖാ എടുക്കല്ലേ അറക്കല്ലേ? വാ. അപ്പൊ സാധനം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാഹനത്തിൽ നിന്നും പുറത്തിറക്കുകയാണ്. അർഷോ ഫസ്റ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ഫസ്റ്റ് ഡ്രൈവ് അർഷു തിട്ടാ നബീൽ ആരാദ്യം ഇറങ്ങണേ? ആദ്യം ഇറങ്ങണേ? ഈസ ഇറങ്ങി നോക്കോ. ഇതിട്ടിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പ്രോപ്പർ ഗിയർ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. വേണ്ട 10 സൈസിൽ സാധനം കൊടുത്താണ് വേണ്ട. അപ്പൊ സുഹൃത്തുക്കളെ ഷൂസിന്റെ സൈസടാ. ഇതെന്തിന്റെ സൈസ് എഴുതി? ഷൂസിന്റെ തന്നെ പുലിക്കുട്ടി ഇറങ്ങി പുലിക്കുട്ടി. അപ്പൊ ഇതാ നമ്മള് സാധനം കെട്ടയച്ച് ഇറക്കാട്ടോ. ജിമ്മി ഇന്ന് മഴ പെയ്താലേ നമ്മള് വണ്ടി ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് മഴ കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വരും അല്ലേ? നല്ല പ്രശ്നം ആണോ? അപ്പൊ കുഴപ്പമില്ല. ഓന്റെ വണ്ടിയല്ലേ നനഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമാണ്. ഓക്കെ സെറ്റ്. അപ്പൊ എന്തോ വെച്ചാലും പ്രശ്നമാക്കിയ അയിമ റെന്റലിന് ഇരിക്കണത്. ഇത് റെന്റൽ വണ്ടിയാണ്. അത് മറ്റേ ബ്രാൻഡാണോ? കുറച്ചാള് സൈഡിലേക്ക് വണ്ടി ഇറങ്ങണോന്ന് കാണട്ടെ. ഓനെ കൊള്ളില്ലല്ലേ? ഇതാ നമ്മുടെ വാഹനം. കാണികളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഡെഡ് ബൈക്ക് ഇവിടെ ഇറങ്ങുകയാണ്. ഇർഫാനാണ് കേട്ടോ ഫുള്ളി വണ്ടി കൊച്ചി നമുക്ക് കൊണ്ടുതന്ന ഇബനാട്ടോ. ഇർഫാനാണ്. എല്ലാവരും നോക്കിച്ചോളിയും. ബാക്കാണല്ലോ കണ്ണ്. മുന്നേ അഞ്ചുർക്ക് അതൊക്കെ അത്ര ഉള്ളൂ. ഹൈറ്റ് ഒക്കെ സാധനത്തിന്റെ. എന്റെ മോനെ ഞാനല്ല ഓനാണ്. ഓളുള്ളോണ്ടാണ് ഇത്. കൊച്ചിയിൽ ഇത് എങ്ങനെ നടക്കണ വെച്ചാല്, കൊച്ചിയിൽ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയപ്പോണ്ട് ഇർഫാന്റെ വണ്ടിയിൽ, അത് 2 വണ്ടിയില്ലേനോ? 2 വണ്ടി ഒരു വണ്ടി. അന്ന് ഓന്റെ വണ്ടിന്റെ പുറത്ത് നിർത്തിയിട്ട് ഓനങ്ങനെ നിക്കണേ. കാലത്തില്ല കുറച്ചുകൂടി മുന്നേക്ക് ഇരിക്കും. ഇങ്ങനെ ഓടിക്കണ്ടേ? മുകളിലേക്കണം നേരെ നോക്കിട്ട് പറപ്പിച്ചു വേണം. ആ സ്റ്റാർട്ടാക്കി നോക്കാം. അതിലൊരു ഹൈറ്റും ചെക്ക് ചെയ്താലോ? അഫി ഒന്ന് കയറിക്കാ. അഫി കയറിക്കാ. ഇതിന്റെ സീറ്റ് എങ്ങനെ മുതലിന്റെ പാല് പോലത്തെ വൻ ലുക്ക്. ഇങ്ങനെ സ്കൂളിൽ പോയാലോ 1-ാം തീയതി പൂക്കോട് ഗ്രൗണ്ടിൽ കൂടെ ഇതിന് ബാഗൊക്കെ ഇട്ട് പോകണല്ലോ. ചോക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇത് തിരിച്ചോണ്ടോ വാങ്ങണോ? സ്റ്റാർട്ടായി. ഓ ഇതാണ് ഇതിന്റെ താക്കോലിട്ടാ. ഒരു ചിന്ന താക്കോല്, കുപ്പിന്റെ മൂടി പോലത്തെ താക്കോലട്ടോ ഇതിൻ്റെത്. നമ്മള് താക്കോലിട്ട് സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. എക്സോസ് നോട്ട് എങ്ങനെയുണ്ട് പറയട്ടോ? ബൈക്ക് എന്തൂസിയാസ്റ്റ് ഒക്കെ പറയാം.
പരിപാടിയോ? അങ്ങട്ടല്ലടാ ഏത് ചെങ്ങായി വന്ന് ഓഫ് അങ്ങോട്ടൊക്കെ ഓഫാക്കി വണ്ടി. താളത്തിന് കൊടുക്കണം നമ്മള്. അടുത്ത ലീഗിന്റെ പാർട്ടി പരിപാടിക്ക് തിറക്കാം. തീ പൊട്ടണേ. ഹലോ എടാ എന്തേലൊക്കെ പറയടാ. ഹലോ ഇത് കാണുന്ന സൗണ്ടല്ലോ, ഇതിൽ വരുന്ന സൗണ്ടല്ലോട്ടാ. ചെവി പോണുണ്ട്, അമ്മാരി സൗണ്ട് ഉണ്ട് കേട്ടോ. ഹലോ എന്റെ ചെവി പോയി. ഹലോ ഈ ചെവി പറയും. ഹലോ ഒരു 30% പോയില്ലേ? ഒരു 30 കട്ടയക്കണ്. 30% കട്ടായി. അല്ല ഞാനല്ല, ഈസാങ്കർ ജിംഷ. അപ്പൊ ജിമ്മി ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ജിമ്മി പറട്ടെ മറ്റേല് മമ്മൂട്ടിന്റെ ഒരു പടത്തില് മമ്മൂട്ടിന്റെ പേരെന്താ? ജിമ്മി അല്ലേ? പട്ടണത്തിൽ ഭൂതത്തെ മമ്മൂട്ടിയുടെ ജിമ്മി എന്ന കഥാപാത്രം കവച്ചു വെക്കാൻ ഒറിജിനൽ ജിമ്മി ഇതാരം കയറിയിരിക്കുന്നു. ജിമ്മിച്ചൻ നല്ല പവറാട്ടോ. ഇല്ലല്ല അങ്ങനെ വെക്കുന്നില്ല, അത്രയും ഗ്രിപ്പ് ഉണ്ടായമേ. പവർ ഉണ്ട്, പൊലം പവറാ, പെരും പവറാട്ടോ സാധനം. ഹെൽമെറ്റ് വേണ്ട, ജസ്റ്റ് അവിടെ പോയോക്ക്. വൻ പവറാട്ടോ. നിക്ക് സിമ്പിൾ, ഇതൊക്കെ സിമ്പിൾ. ഹെൽമെറ്റും കൂളിംഗ് ഗ്ലാസും. അത് ഇത് റോഡിന്റെ പൗതി ഉണ്ട് കേട്ടോ. വണ്ടി അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ കാണികളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വണ്ടിയുടെ ആദ്യത്തെ റൈഡ് ജിമ്മി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒന്ന് സൈഡ് തുടങ്ങി, റോഡ് ബ്ലോക്ക് ഒക്കെ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, സാക്ഷാൽ ജിമ്മി അവർകൾ ഒരുങ്ങുകയായി. അപ്പൊ ഇതാ കണ്ടോളൂ, ട്രയൽസ് മോട്ടോ അഡ്രിനാലിൻ വീൽസ് ഒരുക്കുന്ന പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. കൂറ്റമ്പാറ ഇന്നലെ ടാറിട്ട് കഴിഞ്ഞ് നമ്മളെ വീടിന്റെ പുതിയ റോഡിലൂടെ ചൈനീസ് ടെക്നോളജി റോഡ്. വൻ പവറാട്ടോ സാധനം. എടാ ഈ തോട്ടത്തിൽ കയറി എങ്ങനെയുണ്ട്? വൻ ചോക്ക് അപ്സറല്ലേ? മെല്ലെ ഫ്രണ്ടൊക്കെ പോക്കി പൊളിഞ്ഞിട്ടാണ് വീണു. ഏതാ ഫ്രെയിം നോക്കടി. ഓ ഫ്രെയിം സീം ഫ്രെയിം ഇട്ടാ. എടാ ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് എന്തോ വലുത് വരാനുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അന്തരീക്ഷത്തിന്റെ മട്ടുഭാവം മാറുന്നുണ്ട് കേട്ടോ. പടച്ചോം ചെറിയ വണ്ടിയിൽ വെച്ചിറക്കിയപ്പോ പടച്ചോം അതിനെക്കാട്ടിലും വലിയ സൗണ്ടിന്റെ അടുത്ത് തന്നെയാണ് പൊട്ടിച്ചെന്നു എന്നാണിട്ട്. ഇവിടെ ഉണ്ട്. എടാ ഓൻ ശ്രദ്ധിക്കട്ടോ, ഓൻ ശ്രദ്ധിക്ക്. അല്ല അതല്ല, ഹൈറ്റ് കാല് സൈക്കോനെ.
ഇടിമിന്നുണ്ട് ഇടിമിന്നുണ്ട്. വാ സുഹൃത്തുക്കളെ, അതാ വാഴക്കാടിന്റെ വണ്ടി, വാഴക്കാടൻ വണ്ടി ഇതാ വരുന്നു. പൊട്ടണോക്ക് സാധനമോ ഇതൊക്കെ വരുന്നതാ. ജിമ്മിച്ചാൻ, ഇതാ നമ്മുടെ സ്വന്തം ജിമ്മിച്ചാൻ, ഫുൾ റൈഡിങ് കേസായിട്ട് പൊലം ലുക്ക് കിട്ടോ. വെള്ളിയും ഒടുക്കത്തെ ലുക്ക്. ജിമ്മിച്ചൻ ഇതാ നടന്നു പോകുന്ന കാഴ്ച. ഓട്ടോസുകാരൻ വന്ന് കുത്തലട്ടെ നബീലെ. നബീല് കറക്റ്റ് മമ്മൂട്ടി മറ്റേ പടത്തിൽ വരുന്നില്ലേ, അതേപോലെ അതേപോലെ മമ്മൂട്ടി ഉണ്ടല്ലോ ഒരു പറത്തല്, ആ സർക്കസ് പടത്തില്. നമുക്കിടാം അയ്യടാ മെല്ലെ പോയിട്ടോ. സൈക്കോ എടാ ഇവിടെ നോക്ക്, പുതിയ JCB ഇവിടെ വേമ്പ JCB ഇറക്കി. എന്തൊക്കെ ഓനെ വിളി. ഇവിടെ നോക്ക് വേം വരി. ഇപ്പൊ മായ പെയ്ത് അണ്ടോക്കി റൈസറാണ് വാലന്റീനോ റാസി. എങ്ങനെയുണ്ട് വണ്ടി? എടാ ഇവിടെ നബീൽ അങ്ങോട്ട് കൊണ്ടുവരി. അങ്ങനെയുണ്ട് വണ്ടി? നിങ്ങൾ കണ്ടേ? ഫുള്ള് കണ്ടോ? എത്ര ടയർ ഉണ്ടെന്നാ? 2. എടാ നബീലേ, ഇപ്പം വല്ലാത്തൊരു കമ്പക്കാരൻ തന്നെ കേട്ടോ ഈ ചെറിയ കുട്ടികൾ വണ്ടിക്ക് വെച്ചിട്ട്. ഒറിജിനൽ കമ്പക്കാരൻ, ഡിസ്ക്. നബീൽ സ്കില്ല് 0, കമ്പം 10,000. ഇവന്റെ ഒരു അതിർപ്പം നോക്കിയാ. അതിർപ്പേഷ് ഇവിടെ വരൂ. ഇതിമ കൂടെ കയറ്റി ഇങ്ങോട്ട് ഇറക്കി. ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇങ്ങളിടിക്ക്. ആരുടെ എടാ മാറി നളി കുട്ടികളെ ശ്രദ്ധി. എടാ ഇവിടെ നിർത്തിക്കളി. വലിയൊരു സാധനം വരുന്നുണ്ട്. ഒന്നും കെട്ടി താണി എന്റെ മക്കളെല്ലാരും. ടാറ്റ ബിർള അംബാനിയെ അള്ള പടച്ചു, പാവപ്പെട്ട ഞമ്മളെയും. എടാ ഓട്ടോറിക്ഷ കെട്ടുന്നാണി. സൈഡിക്ക് കീട്ടോ. എടാ നേരെ ഫോണുമ്പോ വന്ന് കൂട്ടോ. ഇതാ സാക്ഷാൽ നബീൽ അവർകൾ. കരുതി പോട ചെങ്ങായി, അലമ്പാക്കില്ല. മെല്ലെ കനിയേ പൂവിൻ ചിരിയില്ല. എടാ മെല്ലെ നീച്ചെ എടാ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ല. മൊത്തം ബൈക്കോണാവല്ലേ? അല്ല ഇത് പുല്ലിക്കാ വീടുങ്ങളെ. ഓവർഫ്ലോ
അല്ല അത് ഓൻ തന്നെ പറഞ്ഞിരിക്കണ ഓൻ എന്തായാലും പൊക്കുന്നേ ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചിനെ ടാറ് പെട്ടി പേച്ചത് ഇവിടെ അടിച്ചിക്കണ് തന്നാണ് അടിച്ചിക്കണ് വീഡിയോ ഉണ്ടോ നോക്കട്ടെ റീപ്ലേ പിന്നെ വൈഡാക്കിട്ട് നോക്കിക്കണ്ട ഇതില് ഹലോ സീനിട്ടാ ടാറാണ് ഞാനിങ്ങനെ ആലോചിക്കണി കൊറേ നേരായിട്ട് എന്തോ നമ്മള് വീഡിയോയിൽ പറഞ്ഞോളൂ എന്തോ വലുത് വരാണ്ട് കാലത്തേറ്റാ അതന്നെ അതന്നെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അധികം അങ്ങനെ ഇടരുതോ പെട്ടെന്ന് ഇടിക്കണം കേട്ട് കുത്തി നിന്നു ഇവിടെ വണ്ടി അപ്പോൾ വണ്ടിന്റെ പ്രശ്നമാണ്. അതല്ല ഇവിടെ എന്താ അറിയോ ഇങ്ങനെ ഇത് നോക്ക് നേരത്തെ ഇറങ്ങിയ സ്കില്ലൊക്കെയാണ് അത് മണ്ണിന് എന്തറിയോ മണ്ണിന്റെ പ്രശ്ന തരിശു മണ്ണായിട്ടാ വണ്ടി നീങ്ങിയില്ല. ഞാൻ നമ്മളെ ചെറുക്കന് വണ്ടി അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞാലോ സുഹൃത്തുക്കളെ. സ്വല്പ നേരത്തിന് ചിലപ്പോ വ്ളോഗ് നിർത്തിയേക്കേണ്ടി വരും. ആ കാട്ടുകൂട്ടര് കണ്ടപ്പോഴേ ഹെൽമറ്റും ഇല്ല. പെട്രോൾ വാങ്ങാം. ഹിമാലയന്റെ ബാറ്ററി ചാർജ് ഉള്ളതല്ലേ? ഹിമാലയന്റെ ബാറ്ററി ചാർജ് ഉണ്ടോ? ഈച്ചോ ഡൗൺ ആ സെൽഫ് എടുക്കൂല. ഈച്ചോ ഹിമാലയന്റെ ബാറ്ററി ചാർജ് ചെയ്യും. ആദ്യം 2 റൗണ്ട് ഓട്ടി വരും. എന്താ പ്രശ്നം? എങ്ങനെ അറിയോ ഒന്നായിട്ട് വന്നു അടിച്ചടോ ഒറ്റടി. അതെ വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കാം. മാക്സിമം ഇങ്ങനെ അടി നോക്കിക്കണ് ആ പോണ്ടോ വണ്ടിയാ പോണ്. ആടാ ഇനിയിപ്പോ വണ്ടീന്റെ പ്രശ്നമാവും. അപ്പൊ സുഹൃത്തുക്കളെ മഴ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും നേരം നമുക്ക് 1.5 ഷോ ഒരുക്കി തന്ന നബീലിക്കു, ഇന്നത്തെ താരം നബീലിക്കു ആണ്. അപ്പൊ എന്തായാലും വൈകുന്നേരം നമ്മളെല്ലാവരും മഴ ചോർന്നിട്ട് ഓരോരുത്തരായിട്ട് ഓടുന്ന സെഷൻസ് ഉണ്ടാവും. അപ്പം എന്തായാലും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കാണാട്ടോ. അപ്പം ഞങ്ങളിതാ പട തിരിച്ചു പോവുകയാണ്. നബീലിക്കുവിൻ്റെ വമ്പലാണ് നയിക്കണത്. നബീലിക്കുവിൻ്റെ വമ്പൻ റൈഡ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ടീം ഇവിടെ വിട പറയുകയാണ്. അപ്പം ഇതൊരിക്കലും ഒരു വിട പറച്ചിലല്ല. അത് ശരിയാക്കാം. അപ്പം എന്തായാലും ബാറ്ററി റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നബീലിൻ്റെ വൻ വീഴ്ചയ്ക്ക് ശേഷം എന്താ വെച്ചാൽ അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് മൊത്തം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു ബാറ്ററി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ഫിറ്റ് ചെയ്യാൻ നബീലിൻ്റെ ചാർജും ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ പോയതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒപ്പിയാണ് പോയത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഷോൾഡറിനും പിൻഭാഗത്ത് നടുഭാഗത്തിന് മുകളിലായിട്ട് ചെറിയ രീതിയിലുള്ള ക്ഷതം ഏറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നബീലിൻ്റെ സംസാരത്തിലോ ഭാവങ്ങളിലൊന്നുമില്ലോ ആ പ്രശ്നങ്ങളില്ല. പക്ഷെ എക്സ്റേയിൽ കറക്റ്റ് സാധനം കണ്ടു. ആ വേദന പിടിച്ചിക്കരി ആ ഒരു സീനില്ല അറിയണ്ട്. അപ്പോൾ ആ വേദനകൾ റിപ്പീറ്റ് അടിച്ച് റിവൈൻഡ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും, എത്രത്തോളം ഇമ്പാക്ട് ചെയ്തു നബീലിന് അതെന്ന് മനസ്സിലാവും. എന്നിട്ട് തളരാനുള്ള പുറപ്പാടിലല്ല. നബീൽ ഇനി പറഞ്ഞത് എന്താ വെച്ചാൽ റൈഡിങ് ഗിയേഴ്സുകൾ മൊത്തം അണിഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഭൂഗോലം ആരാ വീണ കുഴപ്പമാണ് പറഞ്ഞേ. എന്താ പ്രശ്നം? ചൂടാവല്ലേ? കുട്ടികളെ മാതിരി നമ്മള് തള്ളിട്ട പോലെ പറഞ്ഞ കേട്ടോ. ഒന്നിനെ പോയി കണ്ട് പടവനടിച്ചു വീണാണ്. പടവനടിച്ചേ ഒന്നായിട്ട് പോയി കണ്ട് പടവനടിച്ച് മലനടിച്ചു വീണു. എന്നിട്ട് അങ്ങോട്ട് നീച്ചണ്ടേ എന്താ വീണ എന്താ വണ്ടേ വെക്കൂട്ടോ. ആ പിടിച്ച് റൈസാക്കല്ലോ, സൗണ്ട് വരും.
അല്ല എന്താ വെച്ചാൽ റൈസാക്കി എന്താ അറിയോ എടുക്കാൻ വരുന്നേ അല്ല തീയാ വരുന്നേ ആ ആയിക്കോട്ടെ ഇത് നോക്കിക്കണ്ടല്ലോ അവിടെ. ബെക്കാമിന്റെ നാഷണൽ ടീം ഏതാ? ബെക്കാമിന്റെ നാഷണൽ ടീം അറിയോ? ഇതിപ്പോ മുന്നത്തെ വായിച്ച ഇംഗ്ലണ്ട് വായിച്ചു നോക്ക്. നബീല് ഓ നിങ്ങളൊരു ഫുട്ബോൾ പ്ലേയേഴ്സ് ഓ ജനിച്ചപ്പോ തന്നെ ആ ഞങ്ങള് മറ്റേ സാന്റിയാഗോ ബർണബ്യൂല ജനിച്ചേ എന്തേ അതിന്റെ അപ്പുറത്തെ ആസ്പത്രിയിലാണ് ജനിച്ചത് ഞങ്ങള്. സെറ്റായ അപ്പൊ സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ വാഹനം ഏകദേശം സെറ്റായി റെഡിയായി വന്നൊക്കെ ഉണ്ടോ. അപ്പൊ ഫുൾ ടീം റെഡി ആയി നിൽക്കാണ്. ഓരോരുത്തർ അവരവരുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സീറ്റ് ലോക്കാക്കാന് സൈക്കിൾ ഇങ്ങനെ പിടിച്ചെടുക്കണോ ഞാൻ ഫുള്ള് എയർ ടൈറ്റ് ആക്കിട്ടേ എടാ ഇത് കുടുങ്ങിയിട്ടില്ല മൊത്തം ടൈറ്റ് ആക്കി. അപ്പൊ ഇത്രയും നേരം കണ്ടിട്ട് സീറ്റ് മുറുക്കുന്നുണ്ട്. അപ്പൊ നബീല ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നോക്കുമ്പോ സീറ്റിന്റെ അടിയിൽ അങ്ങനെ മുറുകിയ ഫുൾ ആയിക്കണേ. സീറ്റുമ്പോ കുടുങ്ങിയില്ല. ബാറ്ററി ഞാൻ കൊണ്ടേ കൊടുക്കാം. ഇപ്പൊ തന്നെ വേണം പറഞ്ഞോ? അപ്പൊ ബാറ്ററി കൊണ്ടേ കൊടുത്തിട്ട് കാണാം. അർഷുവിന്റെ പുതിയ വണ്ടി കേട്ടോ. ഇതാ കണ്ടോളി. അർഷു നജിമക്ക് സമ്മാനമായി വാങ്ങി നൽകിയ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വണ്ടി കേട്ടോ. പാട്ടൊക്കെ കേട്ട്. ഏതാ വണ്ടി? അസീസ് 125. വാങ്ങിയത് പഴയത് കിട്ടൂല മൈസ്ട്രോന്റെ വരിക ഇപ്പൊ 125 എടുത്ത് കളഞ്ഞു ഇവിടുത്തെ ഇതെന്തോ ഒരു തൊപ്പിട്ട പോലെ ഹൈദർമാങ്ക വല്ലാത്തൊരു വണ്ടിയില്ലേ. അപ്പൊ എന്തായാലും പണി മൊത്തം കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ റൈഡിങ് എക്സ്പീരിയൻസ് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ വമ്പിച്ച ഒരു വീഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കാൻ ഉയർത്തെഴുന്നേൽക്കാൻ നബീലിക്കു ഇതാ നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. അതാ അപ്പുറത്തെ പറമ്പിൽ നിന്നും കാണികളൊക്കെ മത്സരം കാണാൻ വളരെ ആവേശത്തോടെയാണ് ഇവിടെ വന്നു ചേരുന്നത്. റബ്ബർ തോട്ടത്തെ സാക്ഷിയാക്കി എല്ലാ കാണികളും മണിമണിയായി വന്നു ചേരുന്നു. ഓൾറെഡി നമ്മുടെ നാട്ടിലെ ഒരുപറ്റം യുവാക്കൾ നമ്മുടെ പുതിയ യുവത്വം മൊത്തം നബീലിന്റെ റൈഡ് കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എന്താണ് പറയാനുള്ളത് നമ്മുടെ വണ്ടിനെ കുറിച്ച്? സെറ്റ് വണ്ടി എങ്ങനെയുണ്ട്? നൈസ് വണ്ടി എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? അടിപൊളി അടിപൊളി വണ്ടി. അപ്പൊ കുട്ടികളെല്ലാരും എടാ ആ റൈമാക്കാന്റെ പുതിയ പേർക്ക് തരട്ടെ. ടൈം പോയി കുത്തല്ലേ. അപ്പൊ നബീലിന്റെ 1.5 ജമ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജിമ്മി ഐ ഐ ഐ ഇതോ. അപ്പൊ സുഹൃത്തുക്കളെ നബീലിക്കുവിന്റെ 1.5 ജമ്പാണ് ഇനി കുട്ടികളൊക്കെ കാണാൻ പോകുന്നത്. ഇഞ്ഞോന്റെ കയ്യിൽ പോട്ടോ. ആ തറമെന്ന് പൊറുക്കി എടുക്കേണ്ടി വരും. ആ സ്റ്റാർട്ടാക്കിക്കളാൻ ഓഫ് ആയിക്കണെങ്കിലേ. റിസ്ക് ഉണ്ട്. കിറ്റിട്. അപ്പൊ കുട്ടികളെ എല്ലാരോടും പറയാനുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൈ കിട്ടിയാൽ ഒരിക്കലും ഹെൽമെറ്റ് ഇടാതെ ഇതുപോലെ ഓടിക്കരുത്. ഫുള്ള് കിറ്റ് ഗിയർ സംഭവങ്ങളൊക്കെ മോട്ടർ ആവാതെ എന്ത് ചെയ്യുക അതിന്റെ കിറ്റുകളോട് ഓടിക്കുക. അപ്പൊ നമ്മൾ കിറ്റു സാധനങ്ങൾ ഇടാൻ വേണ്ടിട്ട് നബീലിനെ പറഞ്ഞേക്കാണ്. ഇറങ്ങാൻ വെക്കല്ലേ? ഞാൻ പിടിച്ചേരാ. എന്തേ മതിയുണ്ടോ? ഞാൻ പിടിച്ചേരാ. ഇറങ്ങിക്കോ.
അർഷാടെ പിടിച്ചാ അർഷാടെ പിടിച്ചു കൊടുത്താ അവിടെ പിടിച്ചാ വണ്ടി അങ്ങനെ ശരിക്കും ഓൻ പറയുന്ന സ്റ്റാൻഡ് അടിക്കുക ഓനിറങ്ങണേ ഓനി മല കിട്ടാനാണ് കാലോട് ചവിട്ടാന് എങ്ങനെയുണ്ട് തീ പാറും തീ പാറും എന്നാ ഡ്രസ് ഇട് അതിന്റെ ഡ്രസ് ഇട് ആ ഡ്രസ് ഇടാ അഫീം ഞാഫീം ചെറുക്കന്മാരൊക്കെ വരാണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോ റൗണ്ട് 60 റൗണ്ട് പോയാലോ ചോട്ടിക്കോ പിന്നെ ഞാൻ ഇങ്ങനത്തെ അഡ്വഞ്ചറിലൊക്കെ ബാക്ക് എടാ വന്ന് നോക്കിയേ വണ്ടി ആണെങ്കിൽ കണ്ടോളിട്ടോ വന്നോക്കിയ അങ്ങന്മാരെ ഇതാ റൈഡിങ് ഗിയേഴ്സ് അണിഞ്ഞുകൊണ്ട് ഇക്കുയുടെ ഒരു വമ്പൻ പരിപാടിക്ക് ഒരുങ്ങുകയാണ്. തന്റെയുള്ള റൈഡിങ് ഗിയേഴ്സ് മൊത്തം അണിഞ്ഞൊരുക്കിക്കൊണ്ട് അപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങട്ടെ നിക്കൂ. ട്രൗസർ ഉണ്ട്. സുഹൃത്തുക്കളെ, കാണികളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന മരണക്കളർ മത്സരത്തിലേക്ക് ഒരുപാട് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പൊ കാണികളുടെ കയ്യിൽ നിന്നും 50 രൂപ ടിക്കറ്റ് വേഗം പിരിപ്പിക്കേണ്ടതാണ്. വേഗം 50 രൂപ കൊടുക്കൂ. 50 റുപ്യ. അവിടെ വരുന്നു 4 ടയറുള്ള വണ്ടി ഡ്രൈവർ അത് വരുന്നു. കാര്യമില്ല പറഞ്ഞാല് വണ്ടിക്ക് എന്റെ മേല് വണ്ടി മറിഞ്ഞ വണ്ടിക്ക് വരിക്കറ്റാക്കാനാണ്. നബീല ഇതെന്തിനാ ഇവിടെ ഈ എയർ ഹോള്? സുട്ടാപ്പിക്ക് കാറ്റുള്ളതാണ് പറഞ്ഞത്. ബാംഗ്ലൂർ ഡേയ്സ് കണ്ട അന്ന് മുതലുള്ള ആഗ്രഹം ഇങ്ങനെ ഒന്ന് പോണെന്ന്. ഇന്നാണ് നടന്നത്. ഇന്നാണ് നടന്നത്. ജോസിനെ വിളിച്ച് ആഗ്രഹം അല്ല ചേട്ടനോ അഫി വിളിക്കണ്ടല്ലോ. എടാ അവിടെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. അപ്പൊ ഇതാ റൈഡിംഗ് ഗിയർ ജസ്റ്റ് ഒന്ന് അടിയിൽ കാണട്ടോ. വീണിട്ടും പിന്നും കേറിട്ട് പോവാൻ സമ്മതിച്ച്. അപ്പൊ ഇതാ കാണികളെ വെറും ആകാംക്ഷയോടെ കാത്തിരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന റൈഡിങ്. എല്ലാരും എല്ലാരും ഇവിടേക്ക് എല്ലാരും വരി ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് സൈഡാക്കി നിർത്തിക്കാളി. വെള്ളക്കുപ്പിയെ കണ്ടല്ലോ ദിമ റബ്ബൈൻ ബിൽറ്റ്. അപ്പൊ നമ്മളിന്ന് എന്താണ് റൈഡാണ്. നമ്മളിത് തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെഷീനാണ്. അപ്പൊ ഈ സാധനം ഇപ്പൊ ഇതിലെ ഓടിച്ചിട്ട് പെരങ്ങി വിൽക്കാൻ പോവാണ്. കണ്ടോട്ടോ ചെറുക്കന്മാര് വിൽക്കുകയാണ് പറഞ്ഞപ്പോ ഹാപ്പി. പിന്നെ സ്റ്റാൻഡ് അടിക്കളെ എനിക്ക് തരുമോ ട്രാൻസ്പോർട്ട് അക്കാഡമി പഠിപ്പിക്കാൻ, പിള്ളേരെ പഠിപ്പിക്കാൻ? ഓ അതൊന്ന് സ്റ്റാർട്ട് ആയിക്കോട്ടെ ആദ്യം. അപ്പൊ ഇർഫാൻ ഖാൻ അക്കാഡമി ഏതാ? ഫുള്ള് ചളിയായ ഒന്നുകൂടെ സ്കിട്ടാവില്ലേ? ആ ഗ്രിപ്പ് പോവല്ലേ വണ്ടിന്റെ. ഗിയർ കൊറേ ഉണ്ടായിരുന്നു, ഒരു ഗിയർ മാറാൻ പറ. എന്തോ വരാൻ പോണ്ട്. ക്യാമറകളൊന്നും ഓഫ് ആക്കണ്ട. ഇക്കോ ചെറിയ വണ്ടി ഇതാ കൊടുത്ത കൊട്ടജീപ്പ് തല അത് ഇത് അയാൾ കാട്ടും. ഇതിലാണ് സാറലായിട്ട്. എടാ ഈ നബീലെ ഈ തലക്ക് കൂടെ കുത്തി പൊന്തിച്ച് റൈഡിംഗ് പൊസിഷൻ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ട്രയൽസ് അക്കാഡമിയുടെ റൈഡിംഗ് പൊസിഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇർഫാൻ. എങ്ങനെ ഇരുത്ത പറഞ്ഞെടുത്താണ് ഫുള്ള് പറഞ്ഞെടുത്താല് അക്കാഡമി ഒന്ന് പഠിക്കാറുണ്ട്. അക്കാഡമിക്ക് പോയോ? സംഭവം ഓടിക്കണ്ട്, പക്ഷെ സ്കൂട്ടറാണോ വിചാരിച്ചേക്കുന്നത്, കാരണം ഗിയർ ഉള്ളത് അറിയില്ല അവന്. സാധാ മറ്റേ
എടാ ഒരു ഗിയർ കൂടെ ഒക്കെ ചേഞ്ച് സെക്കൻഡ് എടാ അതിന്റെ ഗിയർ ഒന്ന് മാറ്റി കൊടുക്കും, വണ്ടി വിതുമ്പുണ്ടാവും. സെക്കൻഡ് മോളിലേക്ക് ഒറ്റ ബുദ്ധി ആയതുകൊണ്ട് പ്രശ്നമില്ല, അങ്ങനെ എന്തേലും കാട്ടിക്കോളും, വീണാലും കുഴപ്പമില്ല. റൈഡർ പോരുട്ടോ. എന്തായാലും ഓരം കുറച്ച് കുറഞ്ഞിക്കണ്. മേ മാറിക്കൊള്ള ഇനി മതി, ഓൻ കാട്ടി തന്നെ കാട്ടണം. പിന്നെ മതി മതി, ആ ജാക്കറ്റ് വേറെ ഇട്ട് എഴുതി ഒന്നും വന്നിട്ടില്ല ഇന്ന്. ആ അതാണേ, ജാക്കറ്റ് ഇട്ട് എഴുതി സ്കില്ലൊന്നും കൂടിയില്ല. സ്കില്ല് ഇപ്പോഴും ആ കുഞ്ഞാമാക്ക വണ്ടി ഓടുന്ന പോലെ. ആ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. ഈ കയറ്റത്ത് കൂടെ വാ. അത് പൊള്ളി. ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖറാട്ടങ്ങളെ അനാവശ്യമായി മോട്ടറൊക്കെ കേട്ടോ അവര് ചെക്കായി വെക്കാൻ വേണ്ടിട്ട്. ഇക്കോ റൗണ്ട് ഇട്, റൗണ്ട് ഇട്. ഇത് കുറച്ച് വലിപ്പം. ആ അതന്നെ, ഫുള്ള് കറക്ക്. അയ്യോ കാണികൾ കാത്തിരുന്ന ദിവസം വരികയായി. അങ്ങനെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടും ഇടാതെ കൊണ്ടും, റൈഡിംഗ് ഗിയേഴ്സ് ഇട്ടുകൊണ്ടും ഇടാതെ കൊണ്ടും. മണ്ണിന്റെ പ്രശ്നമാണ്, ഇതിന്റെ പ്രശ്നം മണ്ണിന്റെ പ്രശ്നമല്ലേ? മണ്ണ് ടയറിനുള്ളിൽ കുടുങ്ങിയതല്ല പ്രശ്നം. അപ്പൊ എന്താ വെച്ചാൽ അത് ടയറും മണ്ണും ഇതിമ തട്ടിയതാണ് ഇതിന്റെ പ്രശ്നം വന്നത്. ടയർ ഒരിക്കലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ടയർ മണ്ണായിട്ട് ടച്ച് ചെയ്യാതെ ഈ ചെളിമണ്ണിൽ പോകേണ്ടിരും. അതാണ് ഹർഷ എന്താ സംഭവിച്ചു. മതിയായോ? ബെൽഗാം മഞ്ഞ് ബാക്ക് ടു ബെൽഗാം മൂടായിട്ടാ. അടുത്താരാ? നിയാൽ കുറച്ച് കോൺഫിഡൻസിൽ പോയതിട്ടോ. അതല്ല, കോൺഫിഡൻസിൽ പോവാ നിങ്ങളെ കൂട്ടത്തില്. ഈച്ച് എന്താ ആരും എന്നെ വിളിക്കാത്തരുത്, ഇങ്ങനെ നിൽക്കേണ്ടോ. എന്നാ സൽമാനെ, അപ്പൊ ബഹുമാനപ്പെട്ട ഈച്ചു അവർകൾ ഇതാ പോവുകയാണ്. തള്ളിടാന്നാ മതി ഈച്ചോ, വേറെ എന്തും ചെയ്തോ. ഒച്ച ഫുള്ള് പോയിട്ടാ. എന്നാ ചെയ്ത് പിടിച്ചാ ഒന്ന് കവർ ചെയ്താ കോൾ ചെയ്യട്ടെ. ഈച്ചോ ഗ്ലാസ് ആണോ? നീന്താ പോണ ക്ലാസ് അടുത്ത ഞാന് ഇപ്പൊ ഇതുവാണോ? എന്താണോ ഇത് കണ്ടല്ലോ ഇട്ടോ മെണ്ണ ധരിക്കാന്നാല് അനക്ക് കണ്ണ് കണ്ടോക്ക്. വലി 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 ഇത് വേണ്ട. ടെൻഷനാന്നില്ല, വെള്ളത്തിൽ ഇറങ്ങിയോലല്ലേ. ഇത് വേണ്ട, തിരിച്ചിടും. എങ്ങനെ ബാക്കിന്ന് ഒരു ഐ ഗോഗിൾസിന്റെ ആ ഒരു ലുക്ക് ഉണ്ടാവും. ഓയ് വീടിന്റെ ചാവിയോ? വീടിന്റെ ചാവി അവിടെ വെച്ചു. അതാരടുത്ത്? ഞാൻ വണ്ടി പോണീനി വണ്ടിമ്മ കയറാൻ നിക്കാന്ന്. അവിടെ പൊള്ളോ? പിന്നെ ബബിള് വരില്ലേ ഈ സൈഡിലേക്ക് വീഴുമ്പോ ഇതില്ലേ? ഈ സൈഡിക്ക് എങ്ങനെ പോകണ്ട ടീച്ചോ? സൈഡിക്ക് പോണ ഫുൾ പൊള്ളൽ. ആ ഇട്ടാള് പൊള്ളൂലേ?
എല്ലാരും ഇത്ര നേരം കളിയാക്കിട്ട് തിരിച്ചടിക്കാനുള്ള പരിപാടി സൈക്കോ ആണ് കേട്ടോ. ഓട്ടിയിൽ ഇപ്പൊ അടിപൊളിയൊക്കെ ഓട്ടിയ സൈക്കോ തന്നെയാണ്. കറക്കലും ഇതൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഇവിടെ ആർക്കും ഉണ്ടാവില്ല. അതിന് ഉറപ്പാ. അവനെ ഞാൻ കൊണ്ടുപോവാ നമ്മുടെ കാര്യത്തിൽ പറയാ നീച്ചു ഇറങ്ങണ കാണണം. നബീലെ പോരല്ലേ അക്കാഡമിയിൽ ട്രെയിനർ ആവശ്യമുണ്ട്. ഒരാളെ കൂടെ വേണമെങ്കിൽ നോക്കാം നമുക്ക്. ടീച്ചർ ഇറങ്ങുന്നുണ്ട്. സർട്ടിഫൈഡ് തോൽവി. സർട്ടിഫൈഡ് തോൽവി. പൊളിഞ്ഞൂടോ എന്തിട്ടാ ഇതിന്റെ സെറ്റപ്പ് അല്ലേ? വയറ് തുറക്കട്ടോ. കോൺഫിഡൻസ് വയറ് വലിച്ചു പിടിയടാ. അമ്പോ ഒരു ഫിറ്റ് ബോഡി. അമ്പോ നാടൻപട്ടിക്കും ഷൂസാ. അപ്പൊ ഗൈസ്, കാണികളൊന്നടങ്കം കാത്തിരുന്ന ഈച്ചു അവർകൾ 2 റൈഡ് അടിക്കാൻ പോവുകയാണ്. ദുബായ് മണാരംഗങ്ങളിൽ ഒരുപാട് ഡിസേർട്ട് വണ്ടികൾ ഡ്രൈവ് ചെയ്ത പോലെ അത്ര ഈസി അല്ല ഈ കൂറ്റമ്പാറ മണ്ണിൽ ഇങ്ങനത്തെ വണ്ടികൾ ഡ്രൈവ് ചെയ്യാൻ. 4 ടയറുള്ള കാർ ഓട്ടുന്ന പോലെയല്ല 2 ടയറുള്ള ബൈക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പണിയാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ബൈക്ക്. അപ്പോൾ വണ്ടി ഓട്ടാൻ വേണ്ടി ഈച്ചു അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ സ്പോർട്സ് മോഡൽ ഇട്ടതാണ്. കേറ്. അതിന് മോളിൽ കൂടെ താല ഓടി വരുന്നത്. ബഹുമാനപ്പെട്ട ഈച്ചു അവർകൾ ഇതാ യാത്ര ആരംഭിച്ചിരിക്കുന്നു. കുട്ടികളൊക്കെ മതിലുമ കയറിക്കണ്ട. ഓന്താ ആ റോഡ് കൂടെ പോണേ? പൊളിഞ്ഞെട്ടി വീഴാനുള്ള സാധ്യതകൾ ഞാൻ എമ്പാടും കാണുന്നു. ഈച്ചോ ആ കയറ്റത്തിൽ കൂടെ കയറ്റ്. ഇതേ ജുമാക്ക് പള്ളി പോണ പോലെ വണ്ടി കയറ്റെന്നുള്ളതാവും. ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് അന്തം വിട്ട് നടന്ന അല്ലാ കിടക്കേണ്ടത് സദർ ഉസ്താദ് പോയി പിടിച്ചാളാന്നല്ലേ. ആ കേറ്റിക്കോ, മാറി നോളിട്ടോ. പൊന്തിച്ച് സ്മൂത്തായി ഐക്രോസ് കയറ്റം കയറിയ പോലെ. എങ്ങനെ നോട്ടെ? നമുക്കൊരു കല്ലിട്ടാലോ? കല്ല് ഇല്ലല്ല, കല്ലുമേലും തട്ടി കയറണമെന്നില്ല. ജയ്സിയോ അതെ. അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ആടെ മനസ്സിലായി, അത് സാധാ ബൈക്കല്ല, നമുക്ക് മനസ്സിലായിക്കണേ. പൊട്ടന്മാരല്ല, മറ്റേ സ്പ്ലെൻഡർ അല്ലാതെ കണ്ട ഒച്ചയും വിളിയും കേട്ടാ മനസ്സിലാവും.
സമ്മതിക്കണ്ടോ സൈക്കോ വന്നപ്പോ തൊട്ട് അത് സാധാ ബൈക്കല്ല, അത് സാധാ എന്താ നമ്മളെ കണ്ണിലൊക്കെ മറ്റേ ഇതാ ജുപ്പിറ്ററാ TVS-ന്റെ. അത് ഞാൻ രണ്ടും രണ്ടാം ക്ലാസ് എടുത്തിട്ട് വാ. അമ്മ വടി തടിച്ചെടുക്കണം. പറ്റിയില്ല എപ്പൊ ഒരു പൊക്കല്ല കേട്ടോ. ഉണ്ട് ഈഗോനെ ഹേർട്ടാക്കി, ഈഗോ ഹേർട്ടായി. ഇനിയിപ്പോ പറക്കും. അതിനാണ് മറ്റേ സാധനം ഇടേണ്ടതേ, ഗൂഗിൾസോ. കൺട്രോൾ ടാബ് പി അടിച്ച അന്റെ വെയിറ്റ് ഇല്ലേ, അന്റെ വെയിറ്റ് മുന്നിൽ കൊടുത്ത പൊന്തൂല. ഈ ബാക്ക് ഇറങ്ങിട്ട് അങ്ങനല്ലേ പണിയാ. ഒന്നാമത് ആ ഒരു ട്രാക്ക് പോയി, പിന്നെ അവിടെ സ്പീഡ് കൊണ്ട് വലിച്ചു വെക്കണം. അങ്ങനെ ഇതാക്കണല്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു കട്ടിങ് ആണല്ലോ. കുറച്ചുകൂടി ഇതാക്കണം. നിങ്ങളൊക്കെ കാണിക്കും കറക്കിയൊക്കെ കറക്കാൻ പറയണ നേരത്തെ എല്ലാവരും തള്ളിട്ടേ ഞാൻ. രംഗത്തിലിറങ്ങുന്നത് അഫി കറക്റ്റ് ഒരു കറക്റ്റ് റൈഡർ അല്ലേ. ബ്രേക്കാ വരുന്നത് എപ്പോഴും. അയ്യോ അഫീഫ് കറക്റ്റ് ഡെഡ് ബ്രേക്കർ പറഞ്ഞു. അഫി ഷൂ അഫിയ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഈ ജ്യൂസ് ഇട്ടാൻ പൊളിഞ്ഞാട്ടി വെക്കും. എക്സൈറ്റഡ് ആണോ? ഒന്നും പറഞ്ഞില്ല. എക്സൈറ്റഡ് ആണോ? ഒരു 10 വട്ടം ചോദിച്ചു, ഒന്നും മുണ്ടില്ല. സാരല്ലടാ, നിന്റെ പിരിയുന്ന ദുഃഖം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ മത്സരം കാണാൻ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. IPL പഞ്ചാബിന് പ്രീതി സിന്ധ വരുന്ന പോലെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഷാറുഖ് ഖാൻ വരുന്ന പോലെ, RCBക്ക് വിജയ് മല്യ വരുന്ന പോലെ, മുംബൈ ഇന്ത്യൻസിന് നിത അംബാനി വരുന്ന പോലെ, നമ്മുടെ സ്വന്തം ആഴ്ചമാധവൻ നമ്മുടെ റേസിംഗ് കാണാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുട്ടികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവിൻ. കിട്ടീണ്, കയ്യടി കിട്ടി, ഇനി പോയാ മതി. ഇത്രയും കയ്യടി നമ്മൾ പോവാ. ഇതേതാ സാധനം? ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വരി. ഏത് ഉദ്ഘാടനം കഴിഞ്ഞ് വന്നേ? ഇതെങ്ങനെയുണ്ട് വണ്ടി? അതെങ്ങനെയുണ്ട് വണ്ടി? നല്ല വണ്ടി. ഇഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞാൽ എന്തറിയോ, ഫാമിലി വണ്ടിയാണ്. ഇന്ത്യസ് ബെസ്റ്റ് ഫാമിലി വെഹിക്കിൾ. നമ്മളൊരു ഫാമിലി ആയിട്ട് സാധനങ്ങൾ പോകാൻ, ഇങ്ങനെ സാധനം വാങ്ങാൻ പോകാനൊക്കെ പറ്റിയൊരു ടൈപ്പ് വണ്ടി. പച്ചക്കറി വാങ്ങി മുന്നിൽ കൊളത്താല സംഭവം ഉണ്ട്. പച്ചക്കറി ഇവിടെയും വെക്കാം, അവിടെയും വെക്കാം. സെറ്റല്ലേ? അപ്പൊ എന്തും കാട്ടിക്കോ, ഗിയറൊക്കെ ഉണ്ട്. മുട്ട് പോകാതെ നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട സ്റ്റീൽ അവർകൾ അത് അന്തം വിട്ട് വളക്കി വെക്കാൻ പോകുന്നു. നല്ല രസം കേട്ടോ, നല്ല ലുക്ക് ഉണ്ട് കാണാൻ. അവന് കറക്റ്റ് ആണ് സാധനങ്ങൾ, ഫുൾ കിറ്റ്. രാത്രി തന്നെ ഫുൾ ടൈം നേരം വെളുക്കോളം വണ്ടി വിടുക. ഇവിടെ അങ്ങോട്ട് പൂട്ടി കൊടുക്കും നമ്മളിന്ന് ഇവിടെ പാള പൂട്ടായി ഏറ്റിട്ടൊക്കെ അതുകൊണ്ട് നേരെ മൊത്തം ഇത് പറിച്ച നിലത്തിന്റെ കൊലം കാണിച്ചിട്ട് ഫുള്ള് ഓടിച്ച് സൈഡാക്കിയ. മൈദ ഒന്നും കൂടി ഉഷാറാവും. മൈദ തട്ടാണ്. ബാ സൈക്കോ കേട്ടോ. നിങ്ങള് പോലെ കാണിയോ, ഇപ്പൊ പറന്നു വരും.
എന്താ അഫീഫ് വാപ്പ പണ്ട് സ്പ്ലെൻഡർ ഓട്ടിയ പോലെ മാക്സിമം മെല്ലെ ഓട്ടറേ. ഹഫീഫാണ്. ആ അഫീഫാണത്. അഫീഫിന്റെ ബോഡി വെയിറ്റ് അതിന് ഓക്കെ ആവട്ടോ. ആ മാച്ചും ഉണ്ട് കറക്റ്റ്. ദുൽഖർ ബാംഗ്ലൂരിൽ ഇരിക്കണ പോലെ ഉണ്ട്. എനിക്കുണ്ടോ അതേ മാച്ച്. അഫീഫ് ഏകദേശം ഒരേ ബോഡി ടൈപ്പാണ്. അടുത്തത് നിയാൽ നിക്കു. എല്ലാം സെല്ലുണ്ട്. അത് വെയിറ്റ് ചെയ്ത് എവിടെ അടുത്ത് ഞാൻ സൽമാന്റെ ലൈനെ വിളിച്ചു പറയാട്ടോ. ബേബി ഞാൻ ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖറായി ബേബി. ബേബി പിന്നെ ഞാൻ ബാംഗ്ലൂർ ഡേയ്സിലെ പോലെ ദുൽഖറിനെ പോലെ പോകാൻ പോവാണ് ബേബി. ആക്സിഡന്റ് ഒന്നും പറ്റില്ല കാണാൻ ബേബി. എന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം ബേബി. ബേബി എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ബേബി. ഇമ്മിപ്പിയും ഓല് ഇല്ല വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ വരും. ഈശാനും ആണെന്ന് വിചാരിച്ചാൽ അതിമ കുതിരടാൻ വയ്ക്കും കുറച്ച് ദിവസം കിട്ടിയാൽ. വേണ്ട അഫീഫ് പോണ വഴിക്ക് പോയിക്കോട്ടെ. അഫീഫിനെ ഇതാക്കിയാലേ എണ്ണ അടിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. ബോഡി ലാംഗ്വേജ് സെറ്റ് ചെയ്തില്ല. ആ ഭയങ്കര ബോഡി ലാംഗ്വേജ്. നമ്മളോ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ആ സാമ്പാറും ചോറും ഫുള്ള് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതാ സൽമാൻ. എന്താണ് പുലിയൊന്നുമില്ല അഞ്ചല്ലി. വാ സൽമാൻ സെല്ലു. എടാ ഇക്കോ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കയറാനേ. ഒന്ന് പ്രോത്സാഹിപ്പിക്കേ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല വേറെ സീനൊന്നുമില്ല ബ്രോ. സെല്ലോ. അടുത്തതായി സെല്ലു. മജോനെ കമ്പം തീർന്നിട്ട് മതി. അഫിയെ നിർത്തി കൊടുക്കടാ. വീഡിയോ ആണെങ്കിലേ എല്ലാരും ഓട്ടിട്ട് എല്ലാരും ഓട്ടട്ടെ. എന്നിട്ട് വേണം ചെറുക്കിന് സ്കില്ല് എടുക്കാൻ. ചെരുപ്പടിക്ക എന്തൊരു സൗണ്ട് വരുന്നത് ചെയിൻ്റെ. അപ്പൊ അടുത്തതായിട്ട് സെല്ലു ഇതാ ക്രോക്സ് അണിയാൻ പോവുകയാണ് തന്റെ പാദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. ചെയിനുകൾക്കിടയിൽ കുടുങ്ങി ചോരപ്പുഴയൊരുകാതിരിക്കാൻ വേണ്ടി ശ്രീ സൽമാൻ മക്കരപ്പറമ്പ് അവർകൾ ഡഡ് ബൈക്കിന് മുകളിലാൽ കയറി രംഗപ്രവേശനം ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ മാന്യ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കിട്ടുന്നുണ്ട് കേട്ടോ, പഠിക്കുന്നുണ്ട്, കുറെ പോയാൽ പഠിച്ചു കേട്ടോ. ഹലോ ഒന്നുകൂടി വരുന്നുണ്ട്. യാലു യാലു ആന്റണി മുന്നേ ട്രെയിൻ മുന്നേ റെക്കോർഡിംഗ് പുല്ലു കിങ്ങിണി വലിത്തേ. എടാ ജിമ്മിനെ വിളിച്ചോടാ. അപ്പൊ സുഹൃത്തുക്കളെ നറുക്കെടുക്കാണ് ബാനേജുള്ളത്. ശ്രീമാൻ പുലു അവർകൾ അപ്പോ പുലു അവറുകളാണ് ഇനി വണ്ടി ഓട്ടാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വെജും പുലിയാണ്. പുലു അവർകളെ പോണേ ആർക്കം വിട്ടു പോണതാ. സദർസ്ഥാന അറക്കം വിട്ടു പോണേ. ആ തോട്ടത്തിൽ കൂടെ ചങ്ങായി ചെറുക്കൻ തോട്ടത്തിൽ കൂടെ പാഞ്ഞ് ഓടി രക്ഷപ്പെട്ട്. ഇതിപ്പോ വൻ മോട്ടറാട്ടോ.
മാരണ കിണർത്തെ ബായിട്ടത് ആ വണ്ടിനെ മാക്സിമം ഇടങ്ങാറാക്കുന്നുണ്ട്. അതേതാ വഴി ആയതാ വഴി ആയതാ വഴി അതേതാ വഴി ദൂരം പോയിട്ടോ. എന്താ വേറെന്തോ ട്രൈ ചെയ്യണം കേട്ടോ ഇതിലേ. അവന്റെ ഇരിപ്പ് തന്നെ ശരിയല്ലല്ലോ. ഇവനെ പരസ്യം കണ്ട് ഓടിക്കാം. ജോഡിക്കില്ലേ 0.5 കേട്ടോ. ഈ സൈഡ് കൂടെ വാ. സത്യം പറഞ്ഞാലേ ഫസ്റ്റ് ഗിയറിൽ ആക്കിയ ഒരു സുഖമല്ല. സെക്കൻഡ് മൂടാണ്. പുല്ലു കീഴില ഡ്രൈവർ. ഇപ്പത്തത് ഇങ്ങനെ വട്ടം മുട്ടലിച്ചിന് കുട്ടികളെ മേത്ത് കൂടെ തട്ടിച്ചല്ലേട്ടാ ജി. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് 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 പുലു കേറി കേറി കേറി. അപ്പൊ അടുത്ത നിയാല അവർകൾ കേട്ടോ. സാക്ഷാൽ നിയാല അവർകൾ പോവാണ്. മതി 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 ഓഫൊക്കെ വണ്ടി മറ്റേ സർവീസ് മെഷീൻ റെഡിയാക്കല്ലോ പോയി കണ്ട്. ആ നിനക്ക് എന്തുകൊണ്ടും ഞാൻ നിന്നിലൊരു ഭാവി കാണുന്നുണ്ട്. സമ്മതിച്ചാ നിന്നെ ഞാൻ കൊണ്ടുപോകും. സ്റ്റീലിന് ഭാവി ഉണ്ട് കേട്ടോ. അടുത്തത് നിഹാൽ സാറാണ് പോകുന്നത്. അതാ പോകുന്നു. നിഹാലൊക്കെ പിന്നെ കുറച്ചൊരു ജീവനപ്പേടിയിലെ കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷെ ഡ്യൂക്ക് കഴിച്ചു കിട്ടും ഒറ്റ ബുദ്ധി ആവില്ല. ഒരു ജീവനും പേടിയില്ല കേട്ടോ. പിന്നെ കറക്റ്റ് മരണക്കിണർ കേട്ടോ. മൂടായിട്ടോ 2 റൗണ്ട് പോയ മൂടാവും സാധനം. ഹെൽമെറ്റ് ഇട്ട് കൊടുക്കണോ? പെരുമ്പോക്കാണ്. ജിമ്മിച്ചൻ അങ്ങനെ നിയാൽ അവർ 2 റൗണ്ട് ഓടിക്കുന്ന കാഴ്ച. സമ കയ്യിന്ന് പോയതാണോ കേട്ടോ. ഒന്നാഴ്ച കറങ്ങി വണ്ടി. എടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? ഉണ്ടെങ്കിൽ പറയടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു എന്റർടൈൻമെന്റുകളും ഇല്ലാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന ഞങ്ങൾക്ക് ഒരു നേരത്തെ എന്റർടൈൻമെന്റുമായി കൊച്ചിയിൽ നിന്നും ഒരു വണ്ടി നിറയെ സമ്മാനങ്ങളുമായി എത്തിയ ഇർഫാൻ അവർകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം ഇത്രയും സെറ്റപ്പ് ആക്കി നമ്മുടെ കൂറ്റമ്പാറ മഹാദേശത്ത് ആദ്യമായിട്ട് ഒരു തായ്ലൻഡ് ഇമ്പോർട്ടഡ് ഡേർട്ട് ബൈക്ക് ഇറക്കി തന്നത് ഇർഫാനാണ്. ആ ഒരു റെക്കോർഡ് എന്നും കാര്യമൊന്നുമില്ല, എന്നാലും ആ റെക്കോർഡ് എന്നും ഇർഫാന്റെ പേരിലായിരിക്കും. വണ്ടി എന്റെ ഫ്രണ്ടിന്റെ ആണ്. നമ്മുടെ ഇംഗ്ലോസിലെ സാഹിൽ തായ്ലൻഡിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പൊ ഇതുപോലത്തെ ബൈക്സ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിനെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല ഇതിന്റെ ട്രെയിനിങ് വേണമെങ്കിൽ
നമ്മുടെ ട്രയൽസ് സ്കൂളുണ്ട്. നമ്മുടെ ഓഫ് റോഡ് അക്കാദമി ഹെഡ് മാസ്റ്റർ ഉണ്ട്. ട്രയൽസ് മോട്ടോ പറഞ്ഞ ഓഫ് റോഡ് അക്കാഡമി ഉണ്ട് കേട്ടോ വെൽക്ക്. അപ്പൊ ഇവർ അക്കാഡമിയിൽ ഈ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് 5 വയസ്സ് തൊട്ട് ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പരിപാടികളുണ്ട്. അപ്പോൾ ട്രയൽസ് മോട്ടോനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും പോലെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറൊക്കെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഇർഫാൻ. എനിക്കും ഒരു നന്ദി പറയാനുണ്ട്, കാരണം എനിക്ക് ഇവിടെ നിന്ന് ഒരു ട്രെയിനറെ കിട്ടി. ആരാണ്? നബീൽ. അപ്പൊ നബീൽ ഇതോടെ ഡ്രസ്സും പാന്റും കിടക്കെ എടുത്തിട്ട് കൊച്ചിയിലേക്ക് കാക്കനാട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നബീലെ ഓൾറെഡി നോക്കി കഴിഞ്ഞു, എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. നബീൽ ട്രെയിനിങ്ങിന്റെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? സീന് അടിപൊളി. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാ, പൊള്ളി, ഒരു രക്ഷയില്ല. ബല് മാക്സിമം മുതലാക്കിയ ടീം പെട്ടതാണ്. ബല് പതുങ്ങിന്നു, നബീലെ കൂട്ടിയപ്പോ ബല് പതുങ്ങിന്നു. പിന്നെയാണ് ബല് സെറ്റപ്പും ബല് കാണിച്ചതിൽ ഒരാൾക്കും, അതായത് ഈ ഇവലൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ ഒറ്റ ബുദ്ധികളാണ്. ജീവനെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല, മരിച്ചാലും വിഷയമില്ല, അങ്ങനത്തെ ടീമുകളാണ് ബല് മൂന്നാളും. പ്രശ്നങ്ങളില്ല, ആണ് പൂവന്നെ. പോയി വണ്ടി വന്ന് വീണാല് വീണിട്ടല്ലേ ചോര വരുള്ളൂ എന്നുള്ള മൂടാണ്. വീകുമ്പോ ചോര വരൂലേ എന്നുള്ള മൂടില്ല, വീണിട്ടല്ലേ വരുള്ളൂ, അതേ ആ മൂടാണ്. അപ്പൊ ഈ ഒറ്റ ബുദ്ധികളുടെ ഒരേ ഒരു ട്രെയിനർ താ നബീലിക്കു. അപ്പൊ ഈ നാട് മൊത്തം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമുക്ക് കാണാം നമ്മുടെ നാട്ടിലെ ഒരുപാട് വളർന്നു വരുന്ന യുവമിഥുനങ്ങൾ മൊത്തം ഇന്നിവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മോട്ടോ ജിപി ചെറിയ ബൈക്കുമായിട്ട് വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്കെല്ലാം പോകാൻ പറ്റിയ ആ സൈസിലുള്ള ഓല സൈസിലുള്ള ഒരു സാധനമായിട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടി കൊണ്ടിട്ടോ. അപ്പോ ഇവലെ സൈസിലുള്ള ഒരു വണ്ടി വൈകാതെ കൂറ്റമ്പാറ ദേശത്ത് എത്തിക്കുന്നതാണ്. റൈമാക്കാക്ക് ഇനി ഞാറ് തട്ടാൽ മതി, കാരണം അത്രയും പാടം ഫുള്ള് പൂട്ടി കൊടുത്തിരിക്കണം. 2 മയമ്മ തീരുമാനമാവും നമ്മൾ വിചാരിക്കുന്നത്, പഴയ പോലെ ആവും. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണം എല്ലാവരും മസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ടു ഇർഫാൻ ഫോർ കമ്മിങ് ഓൾ ദി ഫ്രം ഫ്രം കൊച്ചി ടു കൂറ്റമ്പാറ ടു ജസ്റ്റ് ഗിവ് us entertainment. അപ്പം നമ്മൾ ഒരു ദിവസം ഇർഫാൻ അക്കാഡമിയിൽ പോകണതാവും. അവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യണത് കാണിക്കണമാവും, അവിടുത്തെ പരിപാടികളും സംഭവങ്ങളൊക്കെ. അപ്പം നബീൽ അവിടെ ട്രെയിനിങ് ക്ലാസ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ വരും വ്ളോഗുകൾ നബീലിന്റെ സ്പെഷ്യൽ വീഡിയോസിന് വരാനില്ലേ? ഉണ്ട്. അപ്പൊ നബീലിന്റെ ഒരുപാട് സ്പെഷ്യൽ വീഡിയോസ് നമ്മളെ ഷോർട്സിൽ വരാനുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു, എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിക്കണു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തുള്ളതിൽ കാണും. ബൈ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഓടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് കുളിച്ച് റെഡിയായി. കാളപൂട്ട് കഴിഞ്ഞതാണല്ലോ. അപ്പം വണ്ടിയും നമ്മൾ വൃത്തിയായി മെഷീനൊക്കെ അടിച്ച് കഴുകി. ഇത് അടിയിൽ ടയറിലപ്പോൾ കുറച്ച് ചളി ബാക്കിയതാണ്. പക്ഷെ എന്നാലും ബാക്കിയുള്ള ആ വണ്ടീൻ്റെ കോലങ്ങൾ നേരത്തെ കണ്ടിരുന്നു. അതിൽ നിന്ന് എത്രയോ മനോഹരമാക്കി വൃത്തിയാക്കി തിരിച്ച്, ഇതാണ് ഇർഫാൻ ബ്രോയും ചെക്കന്മാരൊക്കെ വന്ന വണ്ടി കേട്ടോ, ഓല വണ്ടിയിലേക്ക് തിരിച്ച് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചോദ്യം. ഈ ഒരു ഷൂവിന് ഏകദേശം മുണ്ടാക്കല് കേട്ടോ, ഈ ഒരു ഷൂവിന് ഏകദേശം എത്ര റുപ്യ റേറ്റ് വരും എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര റുപ്യ ഉണ്ടാവും ഈ ഒരു ഷൂവിന് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ ഈ വണ്ടിക്ക് എത്ര റുപ്യ ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. കേറ്റിയല്ലേ കേറ്റിയാ ഓൾറൗണ്ടർ കേട്ടോ. ഇക്കുപ്പ ഉണ്ടല്ലോ, ഇക്കുപ്പ ഇത് പെരയിൽ ഇങ്ങനെ ബാപ്പ വിളിച്ച് ബുദ്ധിമുട്ടാക്കണില്ലെങ്കിൽ ഇപ്പൊ കയറിപ്പോയിനി. തള്ളടാ തള്ളു നബീലെ. ഓ ഞാൻ സഹായിച്ചോണ്ട്. ചെങ്ങലിയും ഈ സാധനവും എന്താ സീനായോ? ആ അത്ര ഗ്യാപ്പില്ല, ഓന് പോവാനുള്ള ഗ്യാപ്പുണ്ട്. ഒന്നര കയറി പോയിനി. സെറ്റായോ? അപ്പൊ ഇതാ വണ്ടി റീലോഡ് ചെയ്ത് കയറ്റിട്ടാ. അപ്പോൾ ഇതാ സാധനം ഏകദേശം സെറ്റായി, വണ്ടിയിൽ തിരിച്ചു കയറി. അപ്പോൾ വീണ്ടും പറയുന്നു, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കോ ആർക്കെങ്കിലൊക്കെ ഇത് പഠിക്കണം. 5 മുതൽ 12 വയസ്സ് വരെ 13 വയസ്സ് വരെ ഉള്ളവർക്കോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇർഫാൻ ബ്രോൻ്റെ സെൻ്റർ തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ അന്ന് കൊച്ചിയിൽ കണ്ട സമയത്ത് അവനോട് പറഞ്ഞു വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഓലെല്ലാവരും ഓട്ടി കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു വാക്ക് അതുപോലെ കേട്ട് നമുക്ക് വേണ്ടി ഇന്ന് വന്ന ആളാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു ഇർഫാൻ ബ്രോ. അവർ ഇവിടെ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അതൊരു അങ്ങനെ ഒരു താങ്ക് യു ഇട്ടത് അവിടുന്ന്. അപ്പോൾ സാധനം കിട്ടിയവർ പോവാണ് കേട്ടോ. ബൈ ബൈ. അഫീഫ്, ഓ അഫീഫിന് നല്ല പൂതിണ്ട് കേട്ടോ ഒരു വണ്ടി വാങ്ങിയാൽ. അഫീഫിന് ഞാൻ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഫീഫ് 2 സാധനങ്ങളാണ് എന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നൊരു കെയിൻ കോർസോൻ്റെ പട്ടിക്കുട്ടി, നല്ലൊരു ജിംട്ടൺ പട്ടിക്കുട്ടി, അല്ലെങ്കിൽ ഒരു ബൈക്ക് എന്നാണ് അഫീഫ് പറഞ്ഞിട്ടുള്ളത്. അഫീഫിനെ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ അഫീഫിന് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിനെ വാങ്ങിക്കൊടുക്കുക. അഫീഫാണ് തീരുമാനിക്കേണ്ടത്. ഹെൻലാസ് കോഫി ഇതിൻ്റെതല്ലേ? എന്നോട് ഞാൻ പറയുന്നത് ഓവർ സൈസ് എടുത്ത് ഇൻ്റെത് ഇടരുത്. ആൾക്കാർ നമ്മളത് ഈ മറ്റേ അന്തപ്പെട്ട ഫിറ്റാണ് കരുതൂലേ? ഇത് അങ്ങനെയല്ല, അന്തപ്പെട്ട ഫിറ്റ് അല്ല കേട്ടോ. ഇത് ലാർജ് എക്സൽ ആണ് ഇട്ടുന്നത്. ഡബിൾ എക്സൽ നമ്മൾ ടീഷർട്ടാട്ടോ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോക്കെ പോവുകയുമാണ്. സോ വൺസ് അഗൈൻ കണ്ടെന്ന് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.